ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ പുതിയ വീഡിയോയിലേക്ക് കടക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് അന്യം നിന്നു പോകുന്ന ഗ്രാമക്കാഴ്ചകളിലേക്കാണ്. പഴയകാല വായനശാല. മൂവാറ്റുപുഴയ്ക്ക് 2.5 കിലോമീറ്റർ അടുത്ത് നിരപ്പ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ആട്ടായം ചിറയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇത്തരം ചിറകളും കാര്യങ്ങളുമൊക്കെ ഇന്ന് അന്യം നിന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ അത്തരമൊരു കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ്. ചിറവട്ടത്ത് ചിറകെട്ടി വെള്ളം തടഞ്ഞു നിർത്തി, അതായത് തടയണ നീർത്ത് വെള്ളം കൃഷിക്ക് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പഴയകാല രീതി ഇന്നും നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ആട്ടായം ചിറ. മൂവാറ്റുപുഴയുടെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയിൽ ഒന്നാണ് ആട്ടായം ചിറ. മൂവാറ്റുപുഴ മാർക്കറ്റ് കീച്ചേരിപ്പടിയിൽ നിന്നും 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിരപ്പ് റോഡിലൂടെ വന്ന് നമുക്ക് ആട്ടായം ചിറയിലെത്തിച്ചേരാം. ഈ കാണുന്ന ചിറയും അവിടുത്തെ വെള്ളം ചാടുന്ന രീതികളും ആ തടയണയുടെ ഭംഗിയുമൊക്കെ പണ്ടത്തേതുപോലെ തന്നെ ഇന്നും നിലനിൽക്കുന്ന ഒരു ചിറയാണ് ആട്ടായം ചിറ. ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഗ്രാമീണ ശൈലിയിൽ പണ്ട് എങ്ങനെയായിരുന്നു കൃഷി ചെയ്തിരുന്നത് എന്ന് നമ്മുടെ പുതിയ തലമുറയെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഇത്തരം കാഴ്ചകൾ ഉപകരിക്കും എന്നുള്ളതിനാലാണ് ഞാൻ ഈ ആട്ടായം ചിറയെ ഇത്രമാത്രം മഹത്വവൽക്കരിക്കപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ ബാല്യകാലങ്ങളിലൊക്കെ കേരളത്തിലെമ്പാടും ഇത്തരം ചിറകളും കൃഷി രീതി സമ്പ്രദായങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അവയെല്ലാം അന്യം നിന്നും പൊട്ടിപ്പൊളിഞ്ഞുമെല്ലാം നാമാവശേഷമായി എങ്കിലും ആട്ടായം ചിറ ഇപ്പോഴും അതിൻ്റെ പ്രൗഢിയോടെ നിലനിൽക്കുകയാണ്. ഈ കാണുന്ന കാഴ്ചകൾ തടയണയിൽ നിന്നും വെള്ളം കുതിച്ചു ചാടി കുത്തിയൊഴുകുന്ന പോകുന്ന കാഴ്ചകളാണ്. നമുക്ക് പരമ്പരാഗത കൃഷിരീതിയെക്കുറിച്ചൊക്കെ ഇപ്പോൾ അങ്ങിങ്ങായി ചില അറിവുകൾ മാത്രമായി ചുരുങ്ങി പോവുകയാണ്. നമ്മുടെ ഓരോ മലയടിവാരങ്ങൾക്ക് ചുറ്റുവട്ടത്തും ഓരോ കൈത്തോടുകളിലും അവ ഒഴുകി വരുന്ന പെരുന്തോടിലുമൊക്കെ ഇത്തരം തടയണകൾ അക്കാലങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇന്ന് തോടുകൾ തന്നെ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് തടയണകൾ എവിടെ കാണാനാണ്? അപ്പോഴാണ് മൂവാറ്റുപുഴ ആട്ടായം ചിറയെക്കുറിച്ച് ഓർമ്മ വന്നത്. അതിനാൽ ഉടൻ തന്നെ ആട്ടായം ചിറയിലേക്കെത്തി. തടയണ കെട്ടി അതിൻ്റെ 2 വശത്തു കൂടിയും വെള്ളം പൊങ്ങിയ പ്രദേശത്തേക്ക്, ഉയർന്ന പ്രദേശത്തേക്ക് ഒഴുക്കിക്കൊണ്ടു പോകുന്ന രീതിയാണ് ഇത്. അവർ പ്രദേശങ്ങളിലേക്ക് കൃഷിക്ക് ആവശ്യമുള്ള ജലം അങ്ങനെ ഒഴുക്കിക്കൊണ്ടു പോകുന്നു. ചിറ കെട്ടി നിൽക്കുമ്പോൾ ചിറയുടെ കരഭാഗത്ത് നിൽക്കുന്ന വെള്ളം വളരെ സൈലൻ്റായി മെല്ലെ ഒഴുകി തടയണയിലേക്ക് ഒഴുകി വരുന്ന രംഗത്തെ സൂചിപ്പിക്കുന്നു ഈ കാണുന്നത്. നമ്മൾ ഓരോ രീതിയും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം ഉപകാരപ്രദമായിരുന്നു ഇത്തരം തടയണകളും അന്നത്തെ പരമ്പരാഗത കൃഷിരീതിയുമൊക്കെ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ആ ബാല്യകാലത്ത് ജീവിച്ചിരുന്നവരും ഇന്ന് ഇത് അനുഭവിക്കുന്നവരും ഒന്ന് പരസ്പരം കമ്പയർ ചെയ്താൽ ഇന്ന് കാണുന്നവർക്ക് കാഴ്ചയും പണ്ടുള്ളവർക്ക് അത് ജീവിതമാർഗവുമായിരുന്നു എന്ന് മനസ്സിലാകും. എന്ത് ഭംഗിയോട് കൂടിയാണ് ഈ തടയണയുടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. തടയണയുടെ ഇരുവശങ്ങളിലൂടെയും വെള്ളം ഇങ്ങനെ പുതിയ ബൈപ്പാസിലൂടെ അല്ലെങ്കിൽ പുതിയ ചാലിലൂടെ ഒഴുകി കരം പ്രദേശങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള ചാലുകളാണത്. അങ്ങോട്ടേക്കൊന്നും കൃഷിയില്ലാത്തത് കൊണ്ട് അവ വീണ്ടും ആ തോട്ടിലേക്ക് തന്നെ, ആ തടയണയുടെ താഴേക്ക് തന്നെ ഒഴുക്കി വിടുന്ന രംഗമാണ് ഈ കാണുന്നത്. അതിനാൽ ചിറയുടെ ഇരുവശങ്ങളിലുമുള്ളവർക്ക് കുളിക്കുവാനും അലക്കുവാനും ഒക്കെ വിശാലമായി അലക്കി കുളിക്കുവാനുള്ള സൗകര്യവുമുണ്ട്. ഈ ചാടുന്ന വെള്ളം തടയണയുടെ കരയിലൂടെ ഒഴുകി തിരികെ വീണ്ടും താഴെ തോട്ടിലേക്ക് ഒഴുകി വിടുന്ന രംഗമാണിത്. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരു കുളിർമ അനുഭവപ്പെടുന്നില്ലേ? എനിക്ക് അത് അനുഭവപ്പെടുന്നുണ്ട്. കാര്യം എൻ്റെ ബാല്യത്തിലൊക്കെ ഞാൻ ഇത്തരം കാഴ്ചകളിലൂടെ നീന്തിക്കളിച്ച് കുളിച്ച് വളർന്നു വന്നവനായതുകൊണ്ട് അതൊക്കെ ഇന്ന് എനിക്ക് വീണ്ടും വീണ്ടും എന്നെ ബാല്യത്തിലേക്ക് അടുപ്പിക്കുകയാണ്. 2 സൈഡിൽ നിന്നും ഓവറായി 2 സൈഡിലൂടെയും ഒഴുക്കിവിടുന്ന വെള്ളവും അണയിൽ നിന്ന് ചാടുന്ന വെള്ളവും കൂടി സമതല പ്രദേശം പോലെ മെല്ലെ താഴേക്ക് കുത്തി ഒഴുകി പോവുകയാണ്. അവിടെ നിന്നുള്ള കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എന്ത് രസമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ.
നമ്മുടെ കുട്ടികളെയും ഒക്കെ കൂട്ടി മൂവാറ്റുപുഴ ടൗണിൽ നിന്നും 2.5 കിലോമീറ്റർ അടുത്തുള്ള ആട്ടായംചിറ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി സന്ദർശിച്ചാൽ മനസ്സിനൊരു ഉല്ലാസവും കുട്ടികൾക്ക് അതൊരു പുതുമയും ഒരു പഴയകാല അറിവ് പകർന്നു കൊടുക്കലുമാകും എന്ന് പറഞ്ഞുകൊള്ളട്ടെ. കഴിയുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് പോയി കാണണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ആട്ടായംചിറയെ എത്ര കണ്ടാലും മതിവരാതെ വീണ്ടും വീണ്ടും ഞാൻ എൻ്റെ ക്യാമറ അങ്ങോട്ടേക്ക് ചലിപ്പിക്കുകയാണ്. ഈ ചാടുന്ന വെള്ളത്തിനടിയിൽ നിന്നൊക്കെ ഒരു കുളിക്കുന്ന സീനൊക്കെ പണ്ട് കാലത്ത് കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾക്കുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് പുറമേക്ക് കാണുമ്പോൾ പ്രത്യേക ഒരു രീതിയായിരുന്നു. മഞ്ഞുപാളികൾക്കുള്ളിൽ നിൽക്കുന്ന കാഴ്ച പോലെയൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത്. സ്നേഹം നിറഞ്ഞവരെ, ഇത്തരം കാഴ്ചകളും അതുപോലെ പണ്ട് കാലത്തെ മോട്ടോർ പമ്പുകളും ഒക്കെ കാണുമ്പോൾ ആ ബാല്യകാലവും ഗ്രാമീണ ശൈലിയും അപ്പാടെ ഇപ്പോഴും ആട്ടായത്ത് നിലനിൽക്കുന്നു എന്ന് കാണുമ്പോഴാണ് ആ സന്തോഷം വിളിച്ചറിയിക്കേണ്ടത് തന്നെയാണ്. അതിനാലാണ് ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് ഞാൻ എത്തുന്നത്. തെങ്ങുകളൊക്കെ തലകീഴായി നിൽക്കുന്ന ഈ രംഗം, ഈ ചിറയുടെ കരയിൽ തടയുടെ കരയിൽ കാലിട്ടിരുന്ന് അതിൽ ഓളമൊക്കെ ഉണ്ടാക്കി തെങ്ങോലകൾ ഓളത്തിൽ അലിഞ്ഞില്ലാതാകുന്ന കാഴ്ചകളൊക്കെ അക്കാലത്ത് പതിവായിരുന്നു. ഇന്നതൊക്കെ അന്യം നിന്ന് പോയിരിക്കുന്നു. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാം. ബെൽ ബട്ടൺ അമർത്തിയാൽ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടുമെന്നും കൂടെ പറഞ്ഞുകൊള്ളട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഇത്തരം കൊച്ചു വീഡിയോകൾ നിങ്ങളിലേക്ക് നിരന്തരം എത്തിക്കാൻ ഞാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. കാരണം എൻ്റെ ബാല്യം ഇതൊക്കെ ആയിരുന്നു. അതിനാൽ അവയൊക്കെ അന്യം നിന്ന് പോകാതെ അങ്ങിങ്ങായി കാണുമ്പോൾ ആ ബാല്യത്തിലേക്ക് തിരികെ പോകുമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാഴ്ചകൾ വീണ്ടും വീണ്ടും കാണിക്കുന്നത്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്കേവർക്കും സന്തോഷവും സമാധാനവും പ്രത്യേക നന്ദിയും അർപ്പിച്ചുകൊണ്ട് വീണ്ടും ആ പഴയകാല ഓർമ്മകളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആട്ടായംചിറയ്ക്ക് അടുത്ത് തന്നെയാണ് ഈ ലൈബ്രറിയും നിലനിൽക്കുന്നത്. അതിനാൽ ഗ്രാമീണത ഒന്നുകൂടി നീളിക്കുന്നു. എന്നെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നിർത്തട്ടെ. ഗുഡ് ബൈ.